അതേസമയം തന്നെ എറണാകുളം പറവൂരിൽ 800-ലധികം പരാതികൾ വന്നിരിക്കുകയാണ്. തട്ടിപ്പിന് ഇരയായവർ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. തട്ടിപ്പ് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ വരുന്നത്. വിവരങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അർച്ചന, പറവൂർ മേഖലയിൽ മാത്രം ഇപ്പോൾ 800-ലധികം പരാതികൾ വന്നിരിക്കുകയാണ്. ഈ പറവൂരിൽ ഏത് വിധേനയാണ് തട്ടിപ്പ് നടന്നത്? എന്താണ് അവിടെ തട്ടിപ്പിന് ഇരയായവർ പറയുന്നത്? മനു, പ്രധാനമായും ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിരവധിയായ ആളുകൾ പരാതിയുമായി രംഗത്തെത്തുന്നത്. ഇപ്പോൾ പറവൂരിൽ 800-ലധികം പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. ഇവരെല്ലാം കൂടെ ഇന്ന് ഒന്നായി എത്തി പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ജനസേവന ട്രസ്റ്റിൻ്റെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത്. ഇവരിൽ നിന്നും 14 കോടിയോളം രൂപ വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവരും ഇത്തരത്തിൽ പരാതി കൊടുക്കാനായി ഒരുങ്ങുകയാണ്. സാധാരണക്കാരായ ആളുകളാണ് ഇതിനെല്ലാം ഇരയായവർ. ഇവരെല്ലാം തന്നെ കടം വാങ്ങിയാണ് ഇത്തരത്തിൽ പൈസ കണ്ടെത്തി കൊടുത്തത്. മാത്രമല്ല, മറ്റ് പലർക്കും ബൈക്ക് നൽകിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു ഈ ഒരു തട്ടിപ്പ്. അത്തരത്തിൽ ജനസേവന ട്രസ്റ്റിനെ ഇത്തരത്തിൽ മറയാക്കിക്കൊണ്ട് അവരിൽ നിന്നും പണം വാങ്ങിയാണ് വലിയൊരു തട്ടിപ്പ് പറവൂർ മേഖലയിലടക്കം ഉണ്ടായിരിക്കുന്നത്. ഇതിലെല്ലാവരും കൂടി ഒന്നായിട്ടെത്തിയാണ് ഇന്ന് ഇപ്പോൾ പരാതി നൽകുന്നത്. ജനസേവന ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ ആരൊക്കെയാണ്? അത് ആരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ജനസേവന ട്രസ്റ്റ്? മനു, ഇവർ നിലവിൽ ഇത്തരത്തിൽ ഇതിൻ്റെ ഭാഗമായി, അതായത് ഇവരും വഞ്ചിക്കപ്പെട്ട ആളുകളാണ്. ഇവർ പരാതി കൊടുക്കാനായി ഒരുങ്ങുകയാണ്. ഇവരിൽ വിശ്വാസ്യത അർപ്പിച്ചുകൊണ്ടാണ്, അതായത് അനന്തകൃഷ്ണൻ NGO വഴി വിശ്വാസ്യത അർപ്പിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പണം കൈമാറുകയും 14 കോടി ഇവർക്ക് കൈമാറുകയും ചെയ്തത്. പിന്നീടാണ് ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ട്രസ്റ്റിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ ഇവരെല്ലാം തന്നെ പരാതി കൊടുക്കാനായി രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അനന്തകൃഷ്ണൻ്റെ പ്രധാനമായും ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുകയാണ്. നിലവിൽ ഓഫീസിലെ 3 ജീവനക്കാരെ മൂവാറ്റുപുഴ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓഫീസ് വിവരങ്ങൾ തേടാനാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടക്കുക. കൊച്ചിയിൽ ഇയാളുടേതായി 3 സ്ഥാപനങ്ങളുണ്ട്. ഈ 3 സ്ഥാപനങ്ങളിലായിരിക്കും വൈകിട്ടോടെ പോലീസും എത്തി തെളിവെടുപ്പ് നടക്കുക, പ്രതിയുമായി തെളിവെടുപ്പ് നടക്കുക. മാത്രമല്ല, അയാൾ താമസിച്ച ഫ്ളാറ്റിലടക്കം പോലീസ് പരിശോധിക്കും. നിലവിൽ ഈ ഓഫീസ് ജീവനക്കാരിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. മാത്രമല്ല, അനന്തകൃഷ്ണൻ പലതിലും വ്യക്തത വരുത്തുന്നില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. ചോദിക്കുന്ന കാര്യങ്ങളിൽ പലതിനും ഇയാൾ കൃത്യമായ മറുപടി പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഓഫീസ് ജീവനക്കാരെയും കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ബാങ്ക് രേഖകൾ, മറ്റിടപാടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം നിലവിൽ പരിശോധിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമായിരിക്കും പ്രതിയെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. അതെന്തായാലും വൈകിട്ടോടെ ആയിരിക്കും ഉണ്ടാവുക. നിലവിൽ എന്തായാലും വലിയ രീതിയിലൊരു തട്ടിപ്പ് അത് പല മേഖലകളിൽ നിന്നായി ഇപ്പോൾ ചുരുളഴിയുകയാണ്. എറണാകുളത്തും അത്തരത്തിൽ വ്യാപകമായ പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലായി ആക്ഷൻ കൗൺസിലുകളടക്കം രൂപീകരിക്കുന്നു. അതിനിടെ കുറേ സാധാരണക്കാരായ മനുഷ്യർ, ഇരയായവർ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് അവരുടെ അവസ്ഥ തന്നെയാണ്. കാരണം പലരും ഇത്തരത്തിൽ വിശ്വാസ്യത അർപ്പിച്ച് പലയിടങ്ങളിൽ നിന്നും കടം വാങ്ങി EMI ഒക്കെ എടുത്തിട്ടാണ് ഇത്തരത്തിൽ തുച്ഛമായ പൈസയ്ക്ക് ഇത്തരത്തിൽ വാഹനം കിട്ടുമെന്നും മെഷീൻ കിട്ടുമെന്നും എല്ലാം അറിഞ്ഞ് ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരുങ്ങുന്നത്. ഇവരൊക്കെ ആണ് ഇപ്പോൾ വഞ്ചിക്കപ്പെട്ടത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇത്തരത്തിൽ ആളുകൾ കൂടുതലായി പരാതി നൽകാനായി എത്തുകയാണ്. അതിലെല്ലാം തന്നെ അന്വേഷണം ഊർജ്ജമാക്കുകയാണ്. നിലവിൽ മൂവാറ്റുപുഴ പോലീസ് ഈ പ്രതി അനന്തകൃഷ്ണനെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. കാരണം കസ്റ്റഡി അപേക്ഷ തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയാണല്ലോ. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താൻ തന്നെയാണ് നിലവിലെ പോലീസിൻ്റെ തീരുമാനം. അതിനിടെ ഈ സായിഗ്രാം ട്രസ്റ്റിൻ്റെ ഡയറക്ടർ ആനന്ദകുമാറിനെതിരെയും വലിയ രീതിയിലുള്ളൊരു ഏതായാലും വളരെ ഗൗരവതരമാണ്. നാടൊട്ട് കോടി നടന്ന് പറ്റിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ പറവൂരിലെ വിവരങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. 800 പേരാണ് അവിടെ പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. അവരെല്ലാവരും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ പാവപ്പെട്ട മനുഷ്യർ കടം വാങ്ങിയുമൊക്കെയാണ് ഈ പകുതി പൈസ ഇയാൾക്ക് കൊടുത്തത്. അവിടെ ജനസേവന എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ മറവിലായിരുന്നു ഈ തട്ടിപ്പ് വന്നത്. ഏതായാലും ആ ട്രസ്റ്റിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ പോലീസ് ആ വിധത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ബുള്ളറ്റിനുകളിൽ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.